അതിജീവനത്തിന്റെ പ്രതീകമായി തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി അമ്മയാനയോടൊപ്പം തിരിച്ചെത്തിയത് ആനപ്രേമികളെ സന്തോഷത്തിലാക്കി. ആനക്കുട്ടിയെ ഏഴാറ്റുമുഖം പ്രദേശത്ത് ആദ്യം കണ്ടെത്തുമ്പോൾ ആനക്കുട്ടിയുടെ നില പരിതാപകരമായിരുന്നതിനാൽ ആനക്കുട്ടിയെ വനം വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. അമ്മയാനയുടെ സ്നേഹവും കൂട്ടത്തിലെ മറ്റാനകളുടെ സംരക്ഷണവുമാണ് ആനക്കുട്ടിയെ അതിജീവനത്തിലേക്ക് നയിച്ചത്. നാളുകൾക്ക് ശേഷം തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ വീണ്ടും പൂർണ്ണ ആരോഗ്യവാനായി അമ്മയാനയോടൊപ്പം കണ്ടത് നാട്ടുകാർക്ക് കൗതുകമായി. കാലടി പ്ലാന്റേഷൻ തോട്ടത്തിലാണ് അമ്മയാനയോടൊപ്പം കുട്ടിയാനയെ കണ്ടത്. തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ ആദ്യമായി ഏഴാറ്റുമുഖം പ്രദേശത്താണ് നാട്ടുകാർ കണ്ടെത്തിയിരുന്നത്. ജന്മവൈകല്യമോ മൃഗാക്രമണത്തിലോ കെണിയിൽ കുടുങ്ങിയപ്പോഴോ തുമ്പിക്കൈ നഷ്ടപ്പെട്ടതാകാമെന്നായിരുന്നു നിഗമനം. അതിനുശേഷം ആനക്കുട്ടിയുടെ നില പരിതാപകരമായിരുന്നുവെന്നും ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് വനം വകുപ്പ് ഇടപെടണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ടുവെച്ചതുമാണ്. എന്നാൽ അമ്മയാനയുടെ സ്നേഹവും കൂട്ടത്തിലെ മറ്റാനകളുടെ സംരക്ഷണവുമാണ് ആനക്കുട്ടിയെ അതിജീവനത്തിലേക്ക് നയിച്ചത്. സാധാരണയായി വൈകല്യമുള്ള കുഞ്ഞാനകളെ ആനക്കൂട്ടം സ്വീകരിക്കാറില്ലെങ്കിലും ഈ ആനക്കുട്ടിയെ അമ്മയാനയും കൂട്ടത്തിലെ മറ്റാനകളും ഒരുപോലെ ചേർത്തുപിടിച്ചു. തുമ്പിക്കൈ ഇല്ലായ്മ മറികടന്ന് തനിയെ തീറ്റയെടുക്കാനും വെള്ളം കുടിക്കാനും ആനക്കുട്ടി അമ്മയാനയോടൊപ്പം പരിശീലിച്ചു. പുഴയിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ മുട്ടുകുത്തിയിരുന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചയും അമ്മയാന കൊടുക്കുന്ന എണ്ണപ്പനയുടെ നാരുകൾ കഴിക്കുന്നതും നാട്ടുകാർ വിസ്മയത്തോടെയാണ് കണ്ടത്. 8 വയസ്സ് പ്രായമുള്ള കുട്ടിയാനയെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിൽ കണ്ട കാഴ്ച ആനപ്രേമികൾക്കും കാണികൾക്കും ഏറെ സന്തോഷമുളവാക്കി. ന്യൂസ് ബ്യൂറോ, കാലടി. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.